ജില്ലകളിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിൽ ലോറി മറിഞ്ഞ് 1 മരണം. അപകടം വൈദ്യുതി പോസ്റ്റിലിടിച്ച താമരശ്ശേരി ചുരത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടു. പാലക്കാട് കുമ്പിടിയിൽ കാർ ബൈക്ക് ഷോറൂമിലേക്ക് ഇടിച്ചു കയറി. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞുവെന്ന് വ്യാപാരികൾ. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി വരവ് കുറഞ്ഞു. അട്ടപ്പാടിയിൽ പിടിച്ച പുലിക്ക് വിദഗ്ധ ചികിത്സ. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നടപടി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യമില്ല. വിദ്യാർത്ഥി സംഘടനകളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. തൃശൂർ, കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോടും പടിഞ്ഞാറങ്ങാടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15 ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് രാവിലെ 8:15 പാലക്കാട് തൃശൂർ അതിർത്തി പ്രദേശങ്ങളിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അതിതീവ്രമല്ലെങ്കിൽ പോലും ആളുകളിൽ വലിയ തോതിൽ ഇത് പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. കാരണം ഭൂമിക്കടിയിൽ നിന്ന് വലിയ തോതിലുള്ള ശബ്ദമുണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഷെൽഫിലും മറ്റും വെച്ച പാത്രങ്ങളെല്ലാം തന്നെ താഴോട്ട് വീഴുന്ന സംഭവമുണ്ടായി. ഇത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റക്കോട് പ്രദേശത്തും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചൊവ്വല്ലൂർ ഭാഗങ്ങളിലുമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ അതിന് പ്രാന്തപ്രദേശങ്ങളിലുമാണ്. ഈ ദേശമംഗലം ഭാഗത്ത് യഥാർത്ഥത്തിൽ ഈ ഭൂചലനത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് ദേശമംഗലം എന്ന് പറയപ്പെടുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണമെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. എന്തായാലും ജിയോളജി റവന്യൂ വകുപ്പ് സംഘം തൃശൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് പരിശോധന നടത്തിയ ശേഷം മാത്രമായിരിക്കും തുടർന്ന് ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും മുമ്പും ചെറിയ തോതിൽ ഈ ദേശമംഗലം ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലത്തെ സംഭവം അപ്രതീക്ഷിതമായി ഉണ്ടായ ഭൂചലനത്തിൽ നിന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും ആളുകൾ. കാരണം ഈ ഭൂമിക്കടിയിൽ നിന്നുണ്ടായ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ആളുകളെ കൂടുതൽ പരിഭ്രാന്തരാക്കിയത്. എന്തായാലും വേറെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങൾക്ക് വേറെ ആശ്വാസകരമാണ് കാര്യങ്ങൾ എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. വേറെ വലിയ തോതിലുള്ള സാധ്യതകളൊന്നുമില്ല. എന്തായാലും ഇതിന്റെ ഒരു വിശദമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും മറ്റു കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും അധികൃതർ പറയുന്നു. വിനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാലക്കാട് കുമ്പിടി ആനക്കരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഷോറൂമിലേക്ക് ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്ക്. കുമ്പിടി ആനക്കര റോഡിൽ പന്നിയൂർ ക്ഷേത്ര റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ വന്ന കാർ ഷോറൂമിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഷോറൂമിൽ നിർത്തിയിട്ട 10ഓളം പുതിയ ബൈക്കുകൾ തകർന്നു. താമരശ്ശേരി ചുരത്തിൽ ലോറി അപകടത്തിൽപ്പെട്ടു. വയനാട്ടിൽ നിന്ന് മരം കയറ്റി ചുരം ഇറങ്ങുകയായിരുന്ന ലോറിയാണ് 8ാം വളവിൽ മറിഞ്ഞത്. പുലർച്ചെ 3:30 അപകടം. ക്ലീനർ കൂടത്തായി പൂവോട്ടിൽ സലീമിന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് വൺവേ അടിസ്ഥാനത്തിൽ ഇതുവഴി വാഹനങ്ങൾ കടന്നുപോവുകയാണ്. ക്രെയിൻ എത്തിച്ച് ലോറി നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുമുണ്ട്. മൂവാറ്റുപുഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട തടി ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ലോറിയിലെ സഹായി ഈരാറ്റുപേട്ട സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ വൈദ്യുത പോസ്റ്റിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടം കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ ആൾക്ക് രക്ഷകനായി പോലീസ് ഉദ്യോഗസ്ഥൻ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. കേരള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ ലഗേഷാണ് രക്ഷകനായത്. പോർബന്ദറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അഹമ്മദാബാദ് സ്വദേശിയാണ് അദ്ദേഹം രക്ഷിച്ചത്. ഇടുക്കിയിലെ ചെറുകിട ഡാമുകളിൽ
ജലനിരപ്പിൽ കുറവ്. ഇടുക്കി ഡാമിൽ സംഭരണശേഷിയുടെ 30% മാത്രമാണ് ജലനിരപ്പ്. വേനൽ മഴ ശക്തമായി പെയ്തെങ്കിലും മൺസൂൺ സജീവമാകാത്തതിനാൽ ജലനിരപ്പ് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. പ്രധാന അണക്കെട്ടായ ഇടുക്കിയിൽ 2373 അടിയാണ് നിലവിലെ ജലനിരപ്പ്. ആനയിറങ്കലിൽ 5% മാത്രമാണ് വെള്ളമുള്ളത്. പൊന്മുടിയിൽ 31.48%, ഇരട്ടയാറിൽ 16%, കല്ലാറിൽ 24%വുമാണ് വെള്ളമുള്ളത്. ലോവർ പെരിയാറിൽ സംഭരണശേഷിയുടെ 56% വെള്ളമുണ്ട്. മാട്ടുപ്പെട്ടിയിൽ 63.23%, കല്ലാർകുട്ടിയിൽ 62% വെള്ളമുണ്ട്. കാലവർഷം ശക്തി പ്രാപിച്ചാലും ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടാവില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. പാലക്കാട് കൊടുമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാലയ ജ്യോതി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ ഉണർവ് സംഘടിപ്പിച്ചു. മുതുമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനമൈത്രി പോലീസ് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ വി ആറുമുഖൻ പഠനമാണ് ലഹരി എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കാരണം പഞ്ചായത്തിലെ ജാഗ്രതാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വാർഡിലും ജാഗ്രതാ സമിതിയുണ്ട്. അപ്പൊ ഇതിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഓരോ വർഷവും പുതിയ ഏതെങ്കിലും പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്ത് നമ്മൾ നടത്താറുണ്ട്. ഇത്തവണ വനിതാ കമ്മീഷൻ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹിളാ മണി എന്ന് പറഞ്ഞ അവർക്കാണ് പാലക്കാട് ജില്ലയിലെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചാർജ് ഉള്ളവരാണ്. അവരാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും മുതുതല പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് നമ്മുടെ 2 പഞ്ചായത്തിലുള്ള 2 സ്കൂളുകളിലായിട്ട് ക്ലാസ് സംഘടിപ്പിച്ചത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, വളരെ താല്പര്യത്തോടെ ആവശ്യപ്പെട്ട അവർക്ക് ഇതോടെ എത്താൻ കഴിഞ്ഞില്ല. കാരണം ഇങ്ങോട്ട് രാവിലെ വരുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റിയതാണ്, അവരെ ഹോസ്പിറ്റലായി പോയി. പാലക്കാട് പട്ടാമ്പിയിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് ഇഷൽ 2024 എന്ന പേരിൽ മത്സരം നടത്തിയത്. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. പഠനത്തോടൊപ്പം കുട്ടികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഡെപ്യൂട്ടി HM നിർമ്മല ടീച്ചർ പറഞ്ഞു. കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ പിറന്ന കുരങ്ങിന് രക്ഷകരായി നാട്ടുകാർ. അമ്മയ്ക്ക് അസുഖം ബാധിച്ചതോടെ ജീവന് വേണ്ടി മല്ലിട്ട കുരങ്ങിന് നാട്ടുകാർ ലാക്ടജിൻ നൽകുകയായിരുന്നു. വീഡിയോ എടുക്കാതെ ഫോട്ടോ കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറക്കൽ സ്വദേശി സൂരജാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് സൂരജിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടച്ചേരിയിൽ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അട്ടപ്പാടി പുളിയപതിയിൽ നിന്നും പരിക്കുകളോടെ പിടികൂടിയ പുലിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ധോണിയിലെത്തിച്ചു. സ്വകാര്യ തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പിടികൂടിയ പുലിയെ സൈലന്റ് വാലിയിൽ വിടാനായിരുന്നു വനം വകുപ്പിന്റെ തീരുമാനം. എന്നാൽ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് ധോണിയിലേക്ക് മാറ്റിയത്. കാസർകോട് നായാട്ടു സംഘം പിടിയിൽ. റാണിപുരത്ത് വനം വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കോളിച്ചാൽ സ്വദേശികളായ ജസ്റ്റിൽ ജോർജ്, അജു മാത്യു, പനത്തടി സ്വദേശികളായ ജോസ് ജോസഫ്, സോണി തോമസ്, റിച്ചാർഡ് എൽദോസ് എന്നിവരാണ് പ്രതികൾ. ഇവരിൽ നിന്ന് തോക്കും തിരകളും ജീപ്പും പിടിച്ചെടുത്തു. മലയോരത്ത് നായാട്ട് സംഘങ്ങൾ സജീവമാണെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് പ്രതികൾ പിടിയിലാകുന്നത്. അടുത്തിടെ പിടികൂടുന്ന 6ാമത്തെ നായാട്ട് സംഘം കൂടിയാണിത്. ബക്രീദ് ആഘോഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സർപ്രൈസ് ഒരുക്കി സ്കൂൾ പ്രിൻസിപ്പൽ. വണ്ടൂർ ഓട്ടൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ NP ദിവ്യയാണ് തന്റെ 9ാം വയസ്സിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊപ്പം പുതുമണവാട്ടിയായി സർപ്രൈസ് ഒരുക്കിയത്. പുതുമണവാട്ടിയുടെ വേഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ആദ്യമൊന്ന് അമ്പരന്നു. സാധാരണ കാണുന്ന ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി മുഖത്ത് പുഞ്ചിരിയും അല്പം നാണത്തോടെയുമാണ് പ്രിൻസിപ്പാൾ കുട്ടികൾക്ക് മുന്നിലെത്തിയത്.
ആഘോഷങ്ങളിൽ കുട്ടികൾക്കൊപ്പം ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിൻസിപ്പൽ അധ്യാപകരോട് പോലും പറയാതെ സർപ്രൈസ് ഒരുക്കിയത്. ഈ പ്രാവശ്യത്തെ ബക്രീദ് ഓട്ടൻ സ്കൂളിൽ ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നി. കുട്ടികളുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് തന്നെ ആ ബക്രീദ് ആഘോഷിക്കാമെന്ന് തോന്നി. എൻ്റെ കൂടെ ഉള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരെന്നോട് വന്ന് പറഞ്ഞു, മാഡം മണവാട്ടി ആവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ഞാൻ മണവാട്ടി ആവാം എന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഒരുക്കി തന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിൻസിപ്പാളിന്റെ സർപ്രൈസ് വേഷപ്പകർച്ചയിൽ കുട്ടികളും അധ്യാപകരും അത്ഭുതപ്പെട്ടിരിക്കെ ബക്രീദ് ആഘോഷം വർണ്ണാഭമാക്കിയതിന്റെ ആവേശത്തിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ NP ദിവ്യ. ന്യൂസ് 18 മലപ്പുറം. എന്തായാലും 50-കാരി മണവാട്ടി വെറൈറ്റി തന്നെയാണ്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ മാത്തൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്ക് എത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട് പറഞ്ഞു. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവരുടെ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. പകലും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണ്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനിയെല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകാൻ നിന്നതാണോ എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കരിക്കകത്ത് MC റോഡിന്റെ അരികിലുള്ള തണൽ മരം മുറിക്കുന്നതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ. തിരുവനന്തപുരം സ്വദേശിയും റിട്ടയർഡ് പ്രൊഫസറുമായ ജോസ് കുമാറാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കാർ മരത്തിന്റെ ചുവട്ടിൽ പാർക്ക് ചെയ്ത മരമുറി തടയുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് നീക്കി. 100 വർഷത്തിലധികം പഴക്കമുള്ള കൂറ്റൻ എലിവ് മരമാണ് റോഡരികിൽ നിന്നും KSTP അധികൃതർ മുറിച്ചു മാറ്റുന്നത്. അപകട ഭീഷണി ആരോപിച്ച് സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു തീരുമാനം. ഇടവേള. മന്ത്രി പറയുകയുണ്ടായി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്. വിജയമായി നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം 3ാമതും ഭരണ നിർവഹണത്തിനുള്ള ജനവിധി തനിക്ക് ലഭിച്ചുവെന്നും ചരിത്ര വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ഇന്നലെ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഇന്നലെ തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 4ാം ദിവസത്തിൽ. മെച്ചപ്പെട്ട പഠന സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തുള്ളത്. അടിസ്ഥാന സൌകര്യമൊന്നുമില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി പറയുന്നു. 10 വർഷം മുൻപ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ താൽക്കാലിക നിയമനം മാത്രമാണ് നടന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ പകപോക്കുകയാണെന്ന് സംശയിക്കുന്നതായും VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിലെ പഠന നിലവാരം ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 4ാം ദിവസത്തിലേക്കും
SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇന്ന് 5ാം ദിവസത്തിലും എത്തി നിൽക്കുന്നു. സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതായത് 10 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളിലുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒപ്പം തന്നെ ഫാക്കൽറ്റി താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇത്ര വിദ്യാർത്ഥികളുടെ അനുപാതത്തിലുള്ള അധ്യാപകർ ഇല്ല. അതുമെല്ലാം തന്നെ തങ്ങളുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമുക്കറിയാം 10 വർഷം മുമ്പ് ആരംഭിച്ച മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഇനിയും ഒരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ഇവിടെ ഒരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതും യഥാർത്ഥത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ തൃശ്ശൂരിലോ അല്ലെങ്കിൽ എറണാകുളത്തോ കോഴിക്കോടോ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത്. ഇതിനിടയിലാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു അതായത് പ്രവർത്തനം പൂർണ്ണ അർത്ഥത്തിൽ സജ്ജമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒരു OP ഇല്ല, പിന്നെ കാഷ്വാലിറ്റി ഇല്ല, പിന്നെ ഫാക്കൽറ്റി ഷോർട്ടേജ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രവർത്തനമായിട്ടുള്ള ഒരു നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല. എല്ലാരും കൂടി ഞങ്ങൾക്ക് സെറ്റാക്കി തന്നാല് ഉറപ്പ് കിട്ടാതെ ഞങ്ങള് 4ാം ദിവസമാണ് സമരം. സൂചനാ സമരം ഉണ്ടായി, അത് കഴിഞ്ഞിപ്പോ 4ാം ദിവസമാണ് അനിശ്ചിതകാല സമരം തുടരുന്നത്. ഇതുവരെ തീരുമാനമായിട്ടില്ല. സമരം ചെയ്യുന്നത് ന്യായമാണ് എങ്കിൽ പോലും ഈ വിഷയം സർക്കാരിന്റെ മുന്നിലെത്തിച്ച് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. ഞാൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എന്റെ ഒരു ആവശ്യം. വിദ്യാർത്ഥികൾ തുടങ്ങിവെച്ച ഈ ഒരു സമരത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി ഇതിൽ ലഭിച്ചാൽ മാത്രമേ തങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നു. വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം SFIയും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമലംഘനങ്ങളിൽ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടുകൂടിയാണ് സഞ്ജുവിനെ MVD കുടുക്കിയത്. വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, മാതൃകാപരമായ നടപടി എന്നു തന്നെ പറയാം. കാരണം ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സഞ്ജുവിന് അന്ന് തന്നെ സഞ്ജുവിനെതിരെ നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയുള്ള നടപടി വന്നിരിക്കുന്നു അല്ലെ? എന്താണ് വിശദാംശങ്ങൾ? തികച്ചും മാതൃകാപരമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യൂട്യൂബറായ സഞ്ജു ടെക്കി തന്റെ കാറിൽ അപകടകരമായ രീതിയിൽ വെള്ളം നിറച്ചുകൊണ്ടൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കി, അതായത് ഒരു സിനിമ സ്റ്റൈലിൽ അത്തരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സുഹൃത്തുക്കളുമായി ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു. ഇതിനകത്ത് ഈ വാഹനം ഓടിച്ചിരുന്ന ആളുടെ ലൈസൻസിന് അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി എൻഫോഴ്സ്മെന്റ് RTO എടുത്തിരുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതി ഈ സഞ്ജു ടെക്കി അടക്കമുള്ള യൂട്യൂബ് വ്ളോഗർമാരുടെ നിയമലംഘനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ട്രാഫിക് നിയമലംഘനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനായി കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ഈ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ഇതിനു മുമ്പും നടത്തിയിട്ടുള്ളതായി കണ്ടെത്തിയത്. മാത്രമല്ല, ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാനും നിർദ്ദേശിക്കുകയും അത്തരത്തിൽ പോലീസ് ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആജീവനാന്തം സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് തീരുമാനമായത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പോകുന്നതിനിടയിൽ ഒരു സ്കൂൾ ജംഗ്ഷൻ അടക്കം കടന്നു പോകുന്നുണ്ട്. അവിടെ ധാരാളം തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ വെച്ച് ഈ കാറിനകത്തുള്ള ഒരുക്കിയിട്ടുള്ള ഒരു ടർപ്പോളിൻ ഷീറ്റിൽ വലിച്ചു കെട്ടിയ നിലയിൽ അതിനകത്തായിരുന്നു വെള്ളം നിറച്ചത്. അത് പൊട്ടി പുറത്തേക്ക് വരികയും ഒപ്പം തന്നെ കാറിന്റെ എയർ ബാഗ് പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ വന്നു. ഇത് അത്യന്തം അപകടകരമാകുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ഇവരുടേത് എന്നുള്ളതാണ് അവരുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിരീക്ഷണം. മാത്രമല്ല, വേണമെങ്കിൽ ഈ വാഹനം നിയന്ത്രണം വിട്ട് മറ്റുള്ളവർക്കും അപകടം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു.
എന്തായാലും ആ ദൃശ്യങ്ങളടക്കം പിന്നീട് സഞ്ജു തന്റെ യൂട്യൂബിൽ അത് തന്റെ വ്ലോഗായി അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ കടുത്ത നിയമലംഘനമാണെന്നും ഒപ്പം തന്നെ നിയമത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നുമാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഇനി ഒരാൾ ഇത്തരം രീതിയിൽ ആവർത്തിക്കരുതെന്ന് ഉള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് കർശന നടപടികളിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുകയും ഒപ്പം തന്നെ സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് RTO രമണിന്റെ നേതൃത്വത്തിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ റീച്ചിനായി എന്തും ചെയ്യാം എന്ന് താല്പര്യപ്പെടുന്നവർക്ക്, അതിന് മുതിരുന്നവർക്കുള്ളൊരു കൃത്യമായ താക്കീത് കൂടിയാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയെന്ന് പറയാം. തീർത്തും മാതൃകാപരമായ നടപടി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനിക്ക് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇടതുമുന്നണി ഭരിക്കുന്ന കൊച്ചി നഗരസഭയിൽ പ്രതിഷേധവുമായി AITUC രംഗത്ത് വന്നു. ജല അതോറിറ്റിയുടെ നീക്കം നിരക്ക് വർധനവിന് കാരണമാകുമെന്നാണ് പ്രധാന ആരോപണം. ADB വായ്പയിലാണ് കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന്റെ അധികാരം ഫ്രഞ്ച് കമ്പനിക്ക് കൈമാറാൻ നീക്കം നടക്കുന്നത്. ഇത് നിരക്ക് വർധനവിനൊപ്പം നിലവിലെ കുടിവെള്ള പദ്ധതികളെ അട്ടിമറിക്കുമെന്നാണ് ആരോപണം. ആദ്യഘട്ടത്തിൽ കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരത്തും പദ്ധതി നടപ്പിലാക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്മാറണമെന്ന് AITUC ആവശ്യപ്പെട്ടു. AITUC ജനങ്ങളുടെ ഈ വിഷയം ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കണമെന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഈ പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടലുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായ ഇത്തരം നീക്കങ്ങളുമായി ആര് മുന്നോട്ട് പോയാലും ബഹുജന മുന്നണി വളർത്തിക്കൊണ്ട്, ഏറ്റവും ബഹുജന പക്ഷവും വളർത്തിക്കൊണ്ട് അതിനെ തിരുത്തിക്കാൻ ആവശ്യമായ സമീപനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിലവിലെ കുടിവെള്ള വിതരണത്തിൽ 50% ചോർച്ചയുണ്ടെന്നാണ് ജലവകുപ്പിന്റെ കണ്ടെത്തൽ. 2511 കോടി രൂപയാണ് പുതിയ പദ്ധതി ചെലവ്. വലിയ കമ്മീഷൻ കൈപ്പറ്റാനുള്ള നീക്കം മാത്രമാണ് സ്വകാര്യവൽക്കരണമെന്നാണ് ആരോപണം. നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് കോടികൾ ചെലവിട്ട് ആലുവയിൽ പുതിയ പ്ലാന്റ് നിർമ്മാണം തുടങ്ങിയെങ്കിലും പുതിയ ടെൻഡറായതോടെ അതും നിലച്ചു. പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് AITUC വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ഓട്ടോ ഉപകരണങ്ങളുടെ വിതരണവും ഇതോടൊപ്പം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷിക്കാർക്കായി 9 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ 1,36,000 രൂപയോളം ചിലവഴിച്ചാണ് ശ്രവണ സഹായികൾ വാങ്ങിയത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,650, പവൻ 53,200. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5,530, പവന് 44,240. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു സകലമാന കേരളം. നമസ്കാരം. നടത്തിയതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതിൽ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം ഒരുപാട് വർഷങ്ങളോളമായി നടക്കുന്ന ഈ യുദ്ധത്തിൽ പ്രധാനമന്ത്രി തങ്ങളുടെ നിലപാട്, ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും, സമാധാനപരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തുടരുമെന്നുമാണ് ഇന്നലെ പ്രധാനമായും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ ചർച്ച നടത്തിയത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും
പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50ാമത് ഉച്ചകോടി G7 ഉച്ചകോടി ജൂൺ 13 ആരംഭിച്ചത്. ഇന്ന് അത് ജൂൺ 15 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ്. ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഇത്തരത്തിലുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സവിശേഷത കൂടി ഈ ഒരു ഉച്ചകോടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. AI-യുമായി ബന്ധപ്പെട്ട, അതായത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ആ സെഷനിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ആ സെഷനിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആശ്ലേഷിച്ചുകൊണ്ടാണ്, ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തേക്ക്, ഇന്ത്യയിലേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ നേരം മാർപ്പാപ്പ ചർച്ച നടത്തി എന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങളെ സേവിക്കാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ ആദരിക്കുന്നു എന്നാണ് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. വിവിധ വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും ഈ മാർപ്പാപ്പയുമായുള്ള ചർച്ചയിൽ നടന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി ഈ ചർച്ചയ്ക്ക് ശേഷം, ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് വിവിധ രാഷ്ട്ര തലവന്മാരുടെ മുൻപിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയത്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയം, 2070 ഇന്ത്യ കാർബൺ എമിഷൻ മുക്തമാക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതുമാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഇന്നലത്തെ ചർച്ചകളിൽ നടന്നത് AI സാങ്കേതിക വിദ്യയെക്കുറിച്ചായിരുന്നു. ഇന്നലെ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായ സെഷൻ നടന്നത്. അതിനുശേഷം തന്നെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നത്. വിജയമായി നടത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം മൂന്നാമതും ഭരണനിർവഹണത്തിനുള്ള ജനവിധി തനിക്ക് ലഭിച്ചുവെന്നും ചരിത്ര വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും ഇന്നലെ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. അതിൽ ഏറ്റവും പ്രധാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയതിൽ റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളോളമായി നടക്കുന്ന ഈ യുദ്ധത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും, സമാധാനപരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അത് തുടരുമെന്നുമാണ് ഇന്നലെ പ്രധാനമായും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടത്തെ ആധുനിക മാർക്കറ്റ് സമുച്ചയ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ മുടങ്ങി. 19 കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് ഒന്നാം ഘട്ടം പോലും പൂർത്തീകരിക്കാതെ മുടങ്ങിയത്. നിലവിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ ടൌണിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന നെടുങ്കണ്ടം മാർക്കറ്റിന്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാണ് പുതിയ സമുച്ചയം നിർമ്മിക്കാൻ ആരംഭിച്ചത്. 5 നിലകളിലായി മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഒന്നാം ഘട്ടത്തിൽ തറനിരപ്പിലെ പാർക്കിംഗ് സംവിധാനവും 2 നിലകളിലായി 37 ഷട്ടർ മുറികളും പൂർത്തീകരിച്ച് മാർക്കറ്റ് ഇവിടേക്ക് മാറ്റുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. കാലകാലങ്ങളായിട്ട്
പഞ്ചായത്തിന് വരുമാനം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ട് ഈ ബിൽഡിംഗ് പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു അസ്ഥികൂടത്തിന്റെ ഒരു അവസ്ഥയിൽ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയാക്കിയിട്ട് നാളുകളായി. ഇതിന്റെ ബാക്കി പണി ഇതുവരെ നടന്നിട്ടില്ല. അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ ലോണിന് വെച്ചിരിക്കുകയാണ്, തിരുവനന്തപുരത്താണ്, മറിച്ചാണെന്നുള്ള ഒരു ഉത്തരമല്ലാതെ വ്യക്തമായ മറുപടി ആരും തന്നിട്ടില്ല. നിരവധിയായിട്ടുള്ള ആളുകൾ അവർ ഉപജീവനമാർഗത്തിന്റെ ഭാഗമായിട്ട് കച്ചവടം നടത്തിയിരുന്ന സ്ഥാപനം കൂടിയായിരുന്നു. അപ്പൊ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഒരു സാമൂഹ്യ വിരുദ്ധർക്ക് നമുക്ക് കണ്ടാലറിയാം, സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ മദ്യപിക്കാൻ വേണ്ടി അവർക്ക് വലിയ സൌകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം ഉദ്ദേശിച്ചത്. മത്സ്യം, മാംസം, പച്ചക്കറി തുടങ്ങിയവയുടെ വിപണനത്തിനായി പ്രത്യേക സൌകര്യങ്ങളും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായതോടെ വ്യാപാരികളും ദുരിതത്തിലാണ്. നിലവിൽ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷവും. ന്യൂസ് 18 ഇടുക്കി. അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തപ്പോടെ വീട് അപകടാവസ്ഥയിലായതായി പരാതി. ഇടുക്കി സേനാപതി സ്വദേശി ചരക്കുഴിയിൽ മഞ്ജു ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ ഇടപെടൽ നടത്താതെ അധികൃതർ മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നതായാണ് കുടുംബത്തിന്റെ പരാതി. 4 വർഷങ്ങൾക്ക് മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് ഇവരുടെ വീടിന് സമീപത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല. ചുവരുകൾ വിണ്ടുകീറിയും തറ ഇടിഞ്ഞും നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിയാൻ സാധ്യതയേറെയാണ്. വെള്ളം താഴാതിരിക്കാൻ നിലവിൽ പ്ലാസ്റ്റിക് പടുതയിട്ട് മൂടിയിരിക്കുകയാണിവർ. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കും പഞ്ചായത്തിലും പരാതി നൽകിയിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും വീട് അപകടാവസ്ഥയിലായതിനാൽ വാടകയ്ക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഈ നടുക്കത്തെ ഹാളിൽ വന്നിരുന്നു കസേരയിലിരുന്ന് ഞങ്ങൾ നേരം വെളുപ്പിക്കുകയാണ് വലിയ മഴ പെയ്യുമ്പോൾ. എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല. പഞ്ചായത്തിലും വില്ലേജിൽ നിന്നൊക്കെ ആൾ വന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് അന്വേഷണത്തിന് വന്നിട്ട് പോയി. അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. മഞ്ജുവും അമ്മയും 2 കുട്ടികളുമാണ് ഇവിടെ താമസം. കൂലിവേലയാണ് ഉപജീവനമാർഗം. തുച്ഛമായ വരുമാനം കൊണ്ട് നിത്യച്ചെലവുകൾ തള്ളി നീക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ സാധ്യമല്ല. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതോടെ കേരളത്തിൽ പച്ചക്കറി വില വീണ്ടും ഉയരാൻ സാധ്യത. പാലക്കാട് വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി എത്തുന്നത് കുറഞ്ഞു. 70 രൂപ 70 1 2 3 4 45 60 രൂപ 61. ദിനവും നൂറുകണക്കിന് പച്ചക്കറി ലോറികൾ എത്തിയിരുന്ന തമിഴ്നാട് അതിർത്തിയിലെ വേലന്താവളം പച്ചക്കറി മാർക്കറ്റാണിത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് തിരിച്ചടി. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ള പച്ചക്കറികൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളാണിപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും അവിടെയും മഴയില്ലാത്ത ഒരു കാരണത്താൽ ഇപ്പോൾ മഴ കൂടിയിട്ടുണ്ട്. മഴ ഉള്ളതും കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അത് കാരണം തക്കാളിക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒസൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഇപ്പോൾ 1250 രൂപ ഒരു ബോക്സ് 28 കിലോയുടെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് വില കുറവ്. കൊച്ചി, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ പോകുന്നത് വേലന്താവളം മാർക്കറ്റ് വഴിയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന വേലന്താവളം മാർക്കറ്റിൽ ഇപ്പോൾ പഴയ ആരവങ്ങളില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പച്ചക്കറി ഉൽപ്പാദനം തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി എത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുക തന്നെ ചെയ്യും. വേലന്താവളത്ത് നിന്ന് ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18.
ഉന്നത വിദ്യാഭ്യാസം നേടാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകുന്നെന്ന് പ്രവാസി സർവേ. കഴിഞ്ഞ വർഷം മാത്രം 2 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കാനായി കേരളം വിട്ടത്. 20.2 ലക്ഷം മലയാളികൾ പ്രവാസ ജീവിതം നയിക്കുന്നെന്നും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേയിൽ വ്യക്തമാക്കുന്നു. ലോക കേരള സഭയിൽ പ്രകാശനം ചെയ്ത കേരള കുടിയേറ്റ സർവേ റിപ്പോർട്ടിലാണ് കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ ചെലവ് കാര്യമാക്കാതെ ഉന്നത പഠനത്തിനായി മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പുറത്ത് പഠിക്കാൻ പോയ 2 ലക്ഷം വിദ്യാർത്ഥികളിൽ 45.6% പെൺകുട്ടികളാണ്. 2018-ൽ ഇത് 1.29 ലക്ഷമായിരുന്നു. 152 രാജ്യങ്ങളിലായി 20 ലക്ഷത്തിലേറെ മലയാളികളാണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. ഇതിൽ 19.1% സ്ത്രീകളാണ്. ഇവരിൽ 40%വും യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത്. പ്രവാസികളായ വനിതകളിൽ 72% പേരും ഡിഗ്രിയോ അതിനു മുകളിലോ വിദ്യാഭ്യാസം നേടിയവരാണ്. പ്രവാസികളായ പുരുഷന്മാരിൽ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയത് 34% പേർ മാത്രമാണ്. കുടുംബസമേതമുള്ള കുടിയേറ്റങ്ങളും വർദ്ധിക്കുന്നു. ബർമ, സിംഗപ്പൂർ, ശ്രീലങ്ക, മലേഷ്യ ഇങ്ങനെയെല്ലാമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യഘട്ട കുടിയേറ്റം. പിന്നീടത് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്കുമായി. പല ഘട്ടങ്ങളിലായി നടന്ന കേരളീയ കുടിയേറ്റ പരമ്പരകളിലൂടെ കേരളീയർ പ്രവാസികളുടെ വലിയ കൂട്ടമായി മാറി. പതിയെ ചെറിയ അതിരുകൾ ലംഘിച്ച് ലോകമെമ്പാടും പടർന്നു നിൽക്കുന്ന ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. പ്രവാസികളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വിദേശത്ത് പോകുന്നതിൽ മുന്നിൽ കോട്ടയവും പിന്നിൽ മലപ്പുറവുമാണ്. അടുത്ത ബന്ധുക്കളായ പുരുഷന്മാർ വിദേശത്ത് പോയതിനാൽ 10 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കേരളത്തിൽ 5-ൽ 1 കുടുംബവും സ്ത്രീകൾ ചുമതല വഹിക്കുന്നതായതിന് പ്രധാന കാരണവും പുരുഷന്മാരുടെ പ്രവാസ ജീവിതമാണ്. 2,16,893 കോടി രൂപയാണ് കേരളത്തിൽ 2023-ൽ ലഭിച്ച നിക്ഷേപമെന്ന് പ്രവാസി സർവേ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കുവൈറ്റ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിനും കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിനും വിട നൽകി ജന്മനാട്. ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂയപ്പള്ളി IPC ദേവാലയ സെമിത്തേരിയിൽ നടക്കുന്നു. പയ്യാമ്പലത്തായിരുന്നു അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ. പത്തനംതിട്ട പന്തളം മുടിയൂർ കോണം സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങ് നാളെയും, പാമ്പാട് സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിന്റെയും പായിപ്പാട് സ്വദേശി ഷിജു ബർഗീസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയാണ് നടക്കുക. ദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളികൾ അപകടനില തരണം ചെയ്തു. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ അപകട വാർത്തയുടെ ഞെട്ടൽ ഇനിയും വിട്ടുമാറാതെ കണ്ണൂർ ബാത്തൽ സ്വദേശി സേതു. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അപകടം നടന്ന ക്യാമ്പിലെ താമസക്കാരനായ സേതു നാട്ടിലേക്കെത്തിയത്. മരണപ്പെട്ടവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് സേതു ന്യൂസ് 18നോട്. കുവൈത്തിലെ ലേബർ ക്യാമ്പിൽ വലിയ അപകടമുണ്ടായ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന സേതു എന്ന ആളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ടവരുടെ കൂടെ താമസിക്കും, അവർ അടുത്ത പരിചയമുള്ള ഒരാളും കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങൾ. എന്താണ്, നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഞാനത് സെയിം ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ ഇപ്പോൾ മരണപ്പെട്ടവരെ ആരൊക്കെ നിങ്ങൾക്ക് അറിയാം? എങ്ങനെയാണ് ബന്ധം? എല്ലാവരും കാണുന്നതാണ്. കൂടെ വർക്ക് ചെയ്ത് 2-3 പേരുണ്ടായിരുന്നു. എല്ലാവരും പരിചയമില്ല, സ്ഥിരം കാണുന്നവരാണ്. ഓഫീസിലായാലും ക്യാമ്പിലായാലും കാണുന്നവരാണ്. നിങ്ങൾക്ക് ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായത് ഫയറിലുണ്ടായതാണെന്ന് പറഞ്ഞു. പകലും പുക ശ്വസിച്ചിട്ട് പറ്റിപ്പോയതാണ്. നിങ്ങളിവിടെ ഉണ്ടായ ആളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലുണ്ടായത് അവിടെ കുഴപ്പമില്ല, നല്ല ക്യാമ്പും കാര്യങ്ങളും. കമ്പനി എല്ലാവരും ലേബേഴ്സിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കമ്പനി എല്ലാം ഹെൽപ്ഫുള്ളാണ് ആൾക്കാരോട്. നിങ്ങളിപ്പോൾ എത്ര കാലമായി വന്നിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകാൻ നിന്നതാണോ എന്താണ്, എങ്ങനെയാണ്? ഞാൻ 3 മാസമായി വന്നിട്ട്. ഈ മാസം 27 തിരിച്ചു പോകേണ്ടായിരുന്നു.
ഇപ്പോൾ എന്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു എങ്ങനെയായിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥ? നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഈ ഒരു അപകടത്തിൽ പെട്ടുകൊണ്ട് നമുക്കൊരു ഷോക്കായിരുന്നു. അത് 2 ദിവസമായി ഉറങ്ങിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു, ഫോൺ വിളികളും എല്ലാമായിട്ട്. തിരിച്ചു പോകാൻ നിന്നാണോ അങ്ങോട്ടേക്ക്? തിരിച്ചു പോകുന്നതാണ് 27-ന്. അതിപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല. കമ്പനി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇദ്ദേഹം ഇപ്പോഴും മുക്തനായിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. RLV രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായി. സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, നേരത്തെ തന്നെ നമുക്കറിയാം സത്യഭാമയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരിപ്പോൾ കോടതിയിൽ ഹാജരായത്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഭവ്യ, ഇപ്പോഴും വാദം തുടരുകയാണ്. സത്യഭാമയ്ക്ക് വേണ്ടി BL ആളൂറാണ് ഇന്നിപ്പോൾ ഹാജരായിട്ടുള്ളത്. ആളൂറിന്റെ വാദം ഇപ്പോഴും കോടതി മുറിയിൽ തുടരുകയാണ്. അതിൽ അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഏതെങ്കിലും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് സത്യഭാമ അങ്ങനെ ഒരു അധിക്ഷേപം നടത്തിയിട്ടില്ല. പ്രതിക്ക് ജാമ്യം നൽകിയാലും ഈ നാടുവിട്ടു പോകാനുള്ള സാധ്യതയില്ല, തെളിവുകൾ നശിപ്പിക്കില്ല, 7 കൊല്ലത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അതായത് ചാർജ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും 7 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യം നിയമപരമായി ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു വാദമാണ് ഇപ്പോൾ സത്യഭാമയുടെ വക്കീൽ കോടതി മുമ്പാകെ വാദിക്കുന്നത്. ഇനി പ്രോസിക്യൂഷന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ജാമ്യാപേക്ഷ എതിർക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അടുത്ത വാദത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിവാദമുണ്ടായ ഒരു സംഭവമാണ്. സത്യഭാമ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലെ പരാമർശങ്ങളാണ് വളരെ വിവാദമായത്. അതിൽ വളരെ മോശം പദപ്രയോഗങ്ങൾ നർത്തകൻ എന്ന നിലയ്ക്ക് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി മനസ്സിലാകുന്ന തരയിൽ തന്നെയാണ് പരാമർശങ്ങൾ നടത്തിയത്. അത് വലിയ വിവാദമാവുകയും അത് സാംസ്കാരിക കേരളം ഈ വിമർശനത്തിനെതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. RLV രാമകൃഷ്ണന് പിന്തുണ നൽകിക്കൊണ്ടുള്ള സർക്കാർ നടപടി, അത് മന്ത്രിമാരടക്കമുള്ളവർ അദ്ദേഹത്തിന് പരസ്യമായ പിന്തുണ നൽകുകയും അദ്ദേഹത്തിന് കൂടുതൽ വേദികൾ പിന്നീട് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അങ്ങനെയുള്ള പുരോഗമന സംഘടനകൾ തന്നെ അദ്ദേഹത്തിന് വേദി ഒരുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള പരാമർശങ്ങളിൽ വ്യക്തമായതും. സത്യഭാമയാകട്ടെ തന്റെ നിലപാട് പിന്നീട് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് ആ ദിവസങ്ങളിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും തുടർന്ന് അങ്ങോട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയില്ല. ഇന്നിപ്പോൾ രാവിലെ കോടതിക്ക് മുന്നിൽ എത്തിയപ്പോഴും മാധ്യമങ്ങൾ അവരുടെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, പക്ഷേ ഒന്നും പറയാനില്ല എന്ന ഒരു നിലപാടിലേക്കാണ് സത്യഭാമ പോയത്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ ഈ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകും. ഭവ്യ, ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണല്ലേ വിനോദ്? കോടതി നടപടികൾ തുടരുകയാണ്. നേരത്തെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, പക്ഷേ ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയും SC കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി ആ നിലയിലേക്ക് ഈ കേസിന്റെ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വാദം തുടരുകയാണ്. ഹൈക്കോടതി പറഞ്ഞത് ഇതേ അപേക്ഷ തന്നെ SC കോടതി SC പ്രൊട്ടക്ഷൻ കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ്, അവിടെ നിന്ന് തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന നിർദ്ദേശം കീഴ്ക്കോടതിക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ ഈ വാദത്തിന്റെ ഭാഗമായി ആളൂർ വ്യക്തമാക്കിയത് ഒരുപക്ഷെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ കൂടി ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ്. ഏതായിരുന്നാലും ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാക്കാൻ. ശരി വിനോദ്, നന്ദി വിവരങ്ങൾക്ക്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക്. ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് മാമാങ്കം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു സംഗതിയാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളെ നടത്തിപ്പേൽപ്പിച്ച് വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ, കഴിഞ്ഞ കാലങ്ങളിൽ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിൻ്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിൽ ലോക കേരള സഭയുടെ പേരിൽ എന്തെല്ലാം നിക്ഷേപങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹം ഇവിടെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസികളും സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർ നടത്തിയിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ്? ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? അവർ കേരളത്തിനും പ്രവാസ ലോകത്തിനും നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? ഈ ഒരു ലോക കേരള സഭ കൊണ്ട് എന്തെല്ലാം പുതിയ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാരിന് അവരുടെ മുമ്പിൽ വെച്ച പദ്ധതികൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണം. കാരണം ഇതിപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തം കുവൈത്തിലുണ്ടായി. കുവൈത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? കേരളത്തിലെ രണ്ട് മുന്നണികളും പ്രവാസി മലയാളികളെ ഒരു കറവ പശുവായി കാണുന്നവരാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കേരളത്തിൽ നിന്ന് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ. LDF-നും UDF-നും സ്ഥിരമായിട്ട് പ്രവാസ ലോകത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇവരങ്ങോട്ട് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നേ വരെ വിദേശത്തെ ഒരു ലേബർ ക്യാമ്പിലും സന്ദർശനം നടത്തിയിട്ടില്ല. എങ്ങനെയാണ് തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത്? അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ കേരളത്തിലെ പ്രവാസി വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗൾഫിലൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആരാണ് അവരെ സഹായിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായവും നോർക്കയും അതുപോലെ കേരളത്തിലെ പ്രവാസി വിഭാഗവും ചെയ്തതായിട്ട് ആരും തന്നെ പറയുന്നില്ല. ഒരു സഹായവും കേരളത്തിന്റെ ഭാഗത്തുനിന്നില്ല. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും മടങ്ങി വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴും മുഖ്യമന്ത്രി പോകുമ്പോഴോ വരുമ്പോഴോ കുറച്ച് ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്നേ വരെ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. പ്രവാസികൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ടും കണ്ടിട്ടില്ല. ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്. ഇത് പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ. അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല. അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, മലയാളികളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ കഴിഞ്ഞ 4 വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നത്? സർക്കാർ അത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 3-4 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നത്?
നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതലുള്ള ചരിത്രം അറിയാം. ജിമ്മ് ഏറ്റവും വലിയൊരു, അന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന അതിന്റെ ഉദ്ഘാടനത്തിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വരവേൽപ്പ് സിനിമയെക്കുറിച്ചെല്ലാം പറഞ്ഞത്. ആ കാലം മുതലുള്ള കേരളത്തിന്റെ അനുഭവം നോക്കിയാൽ ഓരോ കൊല്ലവും നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും സംരംഭകർ ഇവിടുന്ന് ഓടുകയാണ്. കേരള ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ജീവിക്കുന്ന മലയാളികളുടെ, പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നത്, അവർക്ക് പ്രോത്സാഹനം നൽകുന്നത്, ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കൺകെട്ട് വിദ്യകളും പറഞ്ഞവരാണ്. ഒരാൾക്ക് പോലും ഒന്നിനും കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ വ്യവസായം തുടങ്ങിയവരിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 2-3 ആത്മഹത്യകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ആത്മഹത്യകളാണ്. പ്രവാസി മലയാളികളുടെ വ്യവസായം തുടങ്ങിയിട്ട് സംരംഭം ആരംഭിച്ചതിന് ശേഷം സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയ ശേഷി ഉണ്ടായിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായി, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ആരംഭിച്ച അദ്ദേഹം ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പോയിരിക്കും. അപ്പൊ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോ സർക്കാരിന്റെ ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിന്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റു പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികൾ, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു. റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റാണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ ചേട്ടാ എന്താ പറഞ്ഞെന്ന് കട്ടിംഗ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു.
ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രചരണമാണ്. കുവൈത്തിൽ സംഭവം ഉണ്ടായപ്പോൾ ഇന്നേ വരെ നാം കേട്ടിട്ടില്ല. എല്ലാ നിരീക്ഷകന്മാരും വിദഗ്ധന്മാരും പറയുന്നത് എങ്ങനെ പോയാലും ഒരു 10 ദിവസം 12 ദിവസം എടുക്കുമായിരുന്നു. അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഉള്ള നിയമത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ ദിവസവും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അപകടങ്ങൾ. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ലോ കേരള സഭയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്നലെ ചർച്ച നടത്തിയത്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ഒരു വിഭാഗത്തെയും പിന്നാലെ പോകാൻ അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. ഉച്ചകോടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭവ്യ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, വളരെ തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന, ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ മേൽക്കൈ നൽകുന്ന, അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ്. പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഊന്നിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം? തീർച്ചയായും രഞ്ജിത്ത്, 50ാമത് ഉച്ചകോടി G7 ഉച്ചകോടി ജൂൺ 13 ആരംഭിച്ചത്. ഇന്ന് അത് ജൂൺ 15 ഉച്ചകോടി അവസാനിക്കുമ്പോൾ ഇപ്പോഴും ഇറ്റലിയിൽ അപുലയിൽ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം അവരുമായി ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേക്ക് വരും മുൻപ് ഈ ഉച്ചകോടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മാർപ്പാപ്പ